ഈ സിനിമ ഒരു സ്പെഷ്യൽ പ്രിവ്യൂ എന്നിവർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രിവ്യൂ പ്ലാൻ ചെയ്യുന്നത് പ്രിവ്യൂവിൻ്റെ തലേ ദിവസമാണ് കരൺ ജോഹർക്ക് ഒരു ഫോൺ കോൾ വരണതും. അത് കരൺ ജോഹറുടെ അമ്മയാണ് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത്. അതായത് ഇത് വിളിച്ചിട്ട് പറഞ്ഞത് ഈ സിനിമ റിലീസ് ചെയ്യരുത്. അത് കറക്റ്റായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല, കാരണം ഇത് പലപ്പോഴും പല രീതിയിൽ എൻ്റെ വാർത്തകളൊക്കെ വന്നത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമ റിലീസ് ചെയ്തത് നിങ്ങളുടെ മകനെ തട്ടും കൊല്ലും എന്ന രീതിയിലാണ്. അതായത് ഒരു അണ്ടർവേൾഡ് ഡോൺ ആയിരുന്നു അത് വിളിച്ചിരുന്നത്. അത് അബൂ സലീമിൻ്റെ ആളുകളാണ് അത് വിളിക്കുന്നതെന്നൊക്കെ രീതിയിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ ബഡേ മിയൻ ചോട്ടെ മിയൻ എന്ന് പറഞ്ഞ് ഗോവിന്ദയും അമിതാഭ് ബച്ചനും അഭിനയിക്കുന്ന ഒരു സിനിമയും അതേ ദിവസം റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ 98 ദീപാവലിക്ക് അതേ വെള്ളിയാഴ്ച തന്നെ റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സിനിമകളാണ്. അപ്പോൾ ഈ ബഡേ മിയൻ ചോട്ടെ മിയൻ സിനിമയായിട്ട് കണക്ഷൻ എന്തെങ്കിലും ഈ പറഞ്ഞ വിളിച്ച ആളുകൾക്ക് ഉണ്ടോ, അതൊന്നും ഒരു തെളിവും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇങ്ങനൊരു ഭീഷണി വന്നു. അപ്പോൾ ഈ അച്ഛനും അമ്മയൊക്കെ പേടിച്ചു കരൺ ജോഹറുടെ. അപ്പോൾ ഇവർ പ്രിവ്യൂവിന് കരൺ ജോഹർ വരണ്ട എന്ന രീതിയിലേക്കാണ് നിന്നിരുന്നത്. പക്ഷേ കരൺ ജോഹർ ഭയങ്കര ആഗ്രഹമുണ്ട്, തൻ്റെ ആദ്യത്തെ സിനിമയാണ്, വലിയ സെലിബ്രിറ്റീസ് വരുന്നു എന്ന്. ഷമി കപൂർ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള നടൻ, അദ്ദേഹം ഈ പ്രിവ്യൂ കാണാം എന്ന് ഏറ്റിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അച്ഛനോടുള്ള യാഷ് ജോഹറോടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വരുമെന്ന് പറയുമ്പോൾ കരൺ ജോഹർക്ക് പക്ഷേ വഴിയില്ല. അമ്മ പറഞ്ഞു റൂമിലകത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രിവ്യൂ തിയേറ്ററിൻ്റെ തന്നെ ഒരു മുറിക്കകത്തിരുന്നു. ആ സമയത്ത് ഷാറൂഖ് ഖാൻ വരുന്നു. ഷാറൂഖ് ഖാൻ എന്നിട്ട് ഈ പ്രിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് കരൺ ജോഹറിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം വീണ്ടും അദ്ദേഹം മുറിക്കകത്ത് പോയി. പിന്നെ പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വന്നത്.